കാറ്റത്തെ കിളിക്കുട സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയുടെ ആ സംസാരം കേട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുക. എന്തായാലും നമ്മുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ സംഭാഷണം അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുക, നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാൻ അങ്ങനത്തെ ഒരു കുട്ടിയായി വീട്ടിലേക്ക് കൊണ്ടുവന്നത്, എല്ലാ കാര്യങ്ങളും അറിയുന്ന. അത് ഇപ്പോഴത്തേക്കും പറയുന്നുണ്ട് സുഭാഷ്, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ കുട്ടി നല്ലൊരു കുട്ടിയായതുകൊണ്ടാണ്. അത് മാത്രമല്ല എന്നെ സ്വന്തം ചേട്ടനെ പോലെ അവൾ കരുതുന്നത്. ആ ഒരു എല്ലാ ഒരു ഗുണവും ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് അമ്മായി ഇവിടെ വന്ന് ബഹളം വെച്ചപ്പോഴത്തേക്കും അവൾക്ക് ഈ വീട്ടിലുണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കരയ്ക്കണോ ചിരിക്കണോ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് കേട്ടിട്ട് ഹരീഷ് പറയാം, അത് ശരിയാ, ചേട്ടത്തിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കാൻ തോന്നിയില്ലേ, നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ആയിക്കഴിഞ്ഞു. പക്ഷേ ഇയാളുടെ ഈ സംസാരം കണ്ട ദേഷ്യം വന്ന് ഓരോന്ന് ചെയ്തു കൂട്ടുന്ന ആ ചേട്ടത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടതെന്ന് സുധീഷ് പറയുന്നുണ്ട്, നീ എന്നെ മാത്രം കുറ്റം പറയേണ്ട കാര്യം എന്താ? നിനക്ക് എന്നെ പറയേണ്ട ഒരു ഇതുമില്ല. നീ നീതുവിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പം പറയേണ്ട കാര്യമില്ല, ഇപ്പം ഇവിടെ നിധിയുടെ കാര്യമാണ് പറയുന്നത് എന്ന് സുഭാഷ് പറഞ്ഞിട്ട് പറയുക. എന്തായാലും നീ ഇനി അവളോട് സംസാരിക്കുമ്പോൾ വേണ്ടാത്ത ഒരു മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞേക്കരുത്. ഇത് കേൾക്കുമ്പോൾ നിൻ്റെ താലി വരെ ഊരി അവൾ തന്നത് നിൻ്റെ കയ്യിൽ, മനസ്സിലായല്ലോ? അതുകൊണ്ട് ദേഷ്യം വരുന്ന ഒരു രീതിയിലുള്ള വർത്തമാനം നീ പറയാതിരുന്നാൽ മതി. ആ കൊച്ചു ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഭാസ്കരൻ പറയുക, അത് ശരിയാ, എൻ്റെ അടുത്താണെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. സ്വന്തം അച്ഛനെ പോലെ എന്നെയും കരുതുന്നത്, എന്നിട്ടും നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാസ്കരൻ. ഇത് കേട്ട് സുധീഷ് പറയുക, എന്തായാലും ഇപ്പോഴല്ലേ നിങ്ങളൊരു മാറ്റം സംഭവിച്ചത്, പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ലേ, അതെല്ലാം നിധിയുടെ ഒരു വരവോടെയില്ലേ. അത് ശരിയാ, ഞാൻ അത് എൻ്റെ അടുത്ത് പറയാനിരിക്കുകയായിരുന്നു. നിധി വന്നേ പിന്നെ ഈ വീട്ടിലുണ്ടായിരുന്ന മാറ്റം എന്ന് വെച്ചാൽ വലുത് തന്നെ എന്നൊക്കെ പറയുക. അപ്പോഴത്തേക്കും നികേഷ് പറയുക, എന്തായാലും എനിക്കൊരു ചേച്ചി കിട്ടിയില്ലേ, അതിന് നിങ്ങളുടെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചേച്ചിയാണെങ്കിൽ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ഞാൻ കരുതുന്നത്, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുഭാഷ് പറയുക, ഓരോ കാര്യത്തിൽ നമ്മളിപ്പോൾ ചിന്തിക്കും പോലെയല്ല നടക്കുന്നത്. നമ്മളന്ന് ടൂർ പോയപ്പം കണ്ടില്ലായിരുന്നോ, അവളാണെങ്കിൽ ആ ബീച്ചിൽ വെച്ച് നീ ശ്രദ്ധിച്ചായിരുന്നോ, ഇവൻ്റെ അടുത്ത് സ്നേഹമുണ്ട്, പക്ഷേ എന്താ വെച്ചാലും പ്രകടിപ്പിക്കാത്ത രീതിയിലാണ് അവളെ ഒരു രീതി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അതുകൊണ്ട് നീ കൂടുതലും ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കളിയാക്കുകയും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നീതി വരുന്നുണ്ട്, എന്താ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല ഒന്നുമില്ല, നമ്മളന്ന് ടൂറിന് പോയില്ല, ആ ബീച്ചിൽ ഓടിക്കളിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഒരിക്കൽ കൂടെ ഒരു പ്രാവശ്യം കൂടെ പോയാലോ നിധി എന്ന് സുധീഷ് കേൾക്കുന്നുണ്ട്. അയ്യോ, ഒരു പ്രാവശ്യം പോയത് കൊതി തീർന്നില്ലേ, ഇനിയും പോകണോ? അടുത്ത് നമുക്കാവട്ടെ, നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടെ പോവാം അവിടേക്ക് എന്ന് പറയുക. അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുക, മോളെ ഞാൻ ഇതുവരെയായിട്ട് ഒരു സ്ഥലത്തും പോയിട്ടില്ല. അന്ന് നമ്മുടെ ഈ കുടുംബത്തോടൊപ്പം എല്ലായിടത്തും പോയി യാത്ര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇനി പോകുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ, ഞാൻ അച്ഛനെ ആദ്യം വിളിക്കുള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ നിധി ജോലിക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് സുധീഷും ഹരീഷും പറയുക, എന്തായാലും ഇന്നലെ വന്ന് നീതുവിൻ്റെ അച്ഛനും ചേട്ടനും വന്ന് ഇവിടെ ബഹളം വെച്ചില്ലേ, ഈ വീട്ടിൽ ഇങ്ങോട്ട് വരാമെങ്കിൽ നമുക്ക് അങ്ങോട്ടും പോകാമല്ലോ, അങ്ങോട്ടൊന്ന് പോയി അവിടെ ചോദിച്ചിട്ട് എന്നെ കാര്യം എന്നൊക്കെ പറയുക. അങ്ങനെ സുധീഷും ഹരീഷും കൂടെ പോവുക, വീട്ടിലേക്ക് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പോയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നീതുവിനെ എനിക്കിഷ്ടമാണ്, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവൾക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമായിരുന്നു. ഇനി ആരും തടസ്സം നിൽക്കുന്നൊന്നും വേണ്ട. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് നീതുവിൻ്റെ അമ്മ, നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരാൻ? എൻ്റെ വീട്ടിൽ ചോദിക്കാതെയല്ലേ നിങ്ങൾ കയറി വന്നേ, അതുകൊണ്ട് ഞാനും വരും എന്ന്. ഇത് കേട്ടിട്ട് നീതുവിൻ്റെ സഹോദരൻ വരുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് ആരാ പറഞ്ഞെന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടി ഓങ്ങിക്കൊണ്ട് വരിക. അപ്പോഴത്തേക്കും ഹരീഷ് കൈ തടുത്തിട്ട് പറയുക, നീ എന്നെ അടിക്കേണ്ടത് എന്ത് യോഗ്യത ഇരിക്കുന്നേ? നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറിയെന്നറിയണോ? അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് വന്നത്. ഇനി എന്നെ ഒരു പ്രാവശ്യം കൂടെ ഇങ്ങോട്ട് വരുത്തിക്കരുത് എന്ന് ഹരീഷ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നീതു പറയുക, എന്തായാലും ഇനി ആവർത്തിക്കില്ല. അപ്പോഴത്തേക്കും നീതുവിൻ്റെ സഹോദരൻ പറയുന്നുണ്ട്, അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ നിൻ്റെ ഈ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഇനിയും പോവും. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഹരീഷ്, എങ്കിൽ ഞാനും ഇനി ഇങ്ങോട്ട് വരും, ഞാനിനി തിരിച്ചു പോകുമ്പോൾ പക്ഷേ ഇവൾ കൂടെ എൻ്റെ കൂടെ കാണും എന്നൂടെ പറയുന്നുണ്ട്. ഇത് കേട്ടതും എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി ആ മുറ്റത്ത് കാല് ചവിട്ടിപ്പോവല്ലേ നിങ്ങളാരും എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷും ഇറങ്ങുന്നുണ്ട്. നീതുവിൻ്റെ ആ ഒരു ചിരി കണ്ടിട്ട് പറയുക, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളത് നേരത്തെ പറയുമായിരുന്നു, പക്ഷേ എനിക്കാണെങ്കിൽ
അതിന് ധൈര്യം ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ ധൈര്യം വന്നപ്പോഴത്തേക്കും ഇവരൊക്കെ കൂടുതൽ ധൈര്യം തന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുക. അപ്പോഴത്തേക്കും സുധീഷ് പറയുക, എന്തായാലും മതി മതി, നമുക്കിനി പോവാം, ഇനി പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ, ഇനി ഞങ്ങളെ ഒരിക്കൽ കൂടി ഇവിടെ വരുത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുക. ഇത് കേട്ട് കൊണ്ട് നിന്നത് നീതുവിൻ്റെ അമ്മ ദേഷ്യപ്പെട്ട് അടിക്കാൻ കൈയൊങ്ങിക്കൊണ്ട് ആ റൂമിലേക്ക് പൂട്ടിയിടുക. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോവില്ല, കണ്ടോ, കാണുന്ന ആണുങ്ങളെല്ലാം ഈ വീട്ടിലേക്ക് കയറാൻ തുടങ്ങി, നീയാ കാരണം, നീ ആ കടയിൽ പോകുന്ന എന്തിനാ എന്നൊക്കെ ചോദിച്ച് കുറേ ബഹളം വയ്ക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് സഹോദരൻ പറയുക, എന്തായാലും നീ ഒരു സഹോദരൻ എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നോ, ഇതൊന്നും നീ കാണില്ലേ, അവർ രണ്ടുപേരും വന്നിട്ട് നിനക്ക് അടിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എവള് കാരണമല്ലേ, എവളല്ലേ അങ്ങോട്ട് ഇഷ്ടമെന്ന് പറഞ്ഞ് പോയി നടക്കുന്നേ, അവനാണെങ്കിൽ ഇതുവരെയായിട്ട് പറഞ്ഞിട്ട് പോലും ഇല്ലേ, അത് ഇവിടെ വെച്ചാൽ നമ്മൾ കേൾക്കാൻ പറഞ്ഞത് ഇഷ്ടമാണെന്ന് അല്ലേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീതുവിൻ്റെ അടുത്ത്. അത് ശരിയാ, നിങ്ങളതിനെ വഴിയൊരുക്കി തന്നല്ലോ, എനിക്ക് നിങ്ങളുടെ അടുത്ത് വളരെ നന്ദിയുണ്ട് എന്നൊക്കെ നീതു പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, ഇനി ഈ വീട്ടിൽ നിന്ന് പഠിക്കാനെന്ന് പറഞ്ഞോ ഒരു ആവശ്യത്തിന് ഇവളെ പുറത്തിറക്കരുത് എന്നും പറയുന്നുണ്ട്. അത് ശരിയാ, ഇനി നമുക്ക് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹരീഷൊക്കെ വീട്ടിൽ പോയിട്ട് സുഭാഷിൻ്റെ പറയുക, ഞങ്ങൾ അവിടെ പോയിരുന്നപ്പോഴത്തേക്കും അവൾ അമ്മയും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കാൻ പോയത്, എന്തിനാ ചുമ്മാ ഇങ്ങനെയൊക്കെ, അവരെ ആവശ്യത്തിന് പറഞ്ഞൊന്ന് വിട്ടതാണല്ലോ, ഇനിയൊരു പ്രശ്നത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലെ ഒരു ആവശ്യം നടന്നാൽ അത് ആർക്കൊക്കെയാണ് വിഷമിക്കുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ, എന്തായാലും നമുക്ക് വിഷമം വന്ന ഒരു കാര്യം അതിന് തീർപ്പ് കൽപ്പിക്കണം, അതിന് മാത്രമേ ഞങ്ങൾ പോയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഭാസ്കരൻ പറയുക, നിങ്ങൾ എൻ്റെ മക്കളല്ലേ, നിങ്ങൾ പോയത് നല്ല കാര്യമാണ് കേട്ടോടാ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴത്തേക്കും പറയുക, സുഭാഷ് പറയുന്നത്, എന്തായാലും അച്ഛൻ്റെ ഈ സ്വഭാവം കൊണ്ട് നിങ്ങൾ നടക്കരുത്, നല്ല കാര്യങ്ങളും ഉണ്ട് ചീത്ത സ്വഭാവവും ഉണ്ട്, അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം കുറച്ചൊക്കെ ഉള്ളൂ, അതൊക്കെ മാത്രം എടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് പറയുക, എന്താ നീ അങ്ങനെ പറയണതെന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. നിധി വന്നേ പിന്നെയാണ് നിങ്ങളൊന്ന് ചിരിച്ച് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളിവിടുത്തെ അവസ്ഥ ഞങ്ങൾക്കറിയാമല്ലോ, അത് നിധിക്കാ ഫുൾ ക്രെഡിറ്റ് എന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് ശരിയാ, അത് ആ ചേച്ചിക്ക് തന്നെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടെ നമുക്ക് പുറത്തൊക്കെ എല്ലാവർക്കും ആയിട്ട് പോകണം, അന്നത്തെ യാത്ര എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, നിധിയാണെങ്കിൽ എൻ്റെ അടുത്തിരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, എന്നാലും ആ ഒരു നിമിഷം ഇത് മറക്കാൻ പറ്റൂല. ഇത് കേട്ടിട്ട് സുഭാഷ് പറയുക, നീയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് കുളമാക്കാൻ വേണ്ടി ഇരിക്കുക, ഓരോന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുത്തിയില്ലേ അവളെ ചെയ്യുന്നേ, നിൻ്റെ ഓവറായിട്ടുള്ള ഒരു റൊമാൻറ്റിക് സീനൊന്നും നമുക്ക് ആർക്കും കാണണ്ട, അവൾക്ക് ഒന്നാമതും കാണണ്ട, അതുകൊണ്ട് നീ സമാധാനത്തോടെ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത് ചോദിച്ചിരിക്കുക ഭാസ്കരൻ. എന്തായാലും ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ, എന്താ ഇനി ഒരു യാത്ര പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണം എന്നാ ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ, അത് നിൻ്റെ ആലോചനയൊന്നും വേണ്ട, എന്നെ മോൾ കൊണ്ടുപോകും എന്നൊക്കെ പറയുക. ഇത് കേട്ടിട്ട് നിധി വരുന്നുണ്ട്. നിധി പറയുക, എന്താ എന്നെക്കുറിച്ച് പറയുന്നത്, ഇല്ല ഇനിയും ഒരു ടൂർ എല്ലാവരുമായിട്ടും പോകണമെന്നാണ് പറഞ്ഞത്, അതിനെന്താ, നമുക്ക് എല്ലാവർക്കും അന്നത്തെ പോലെ തന്നെ നമുക്ക് ഒരു ദിവസം കൂടെ പോവാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, പുറത്തൊക്കെ പോയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് പറയുക, അപ്പോഴത്തേക്കും എന്നെക്കൂടെ ആദ്യം വിളിക്കണം കേട്ടോ നിധി, ഞാനാണെങ്കിൽ നിങ്ങൾ വിളിക്കില്ല പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇത് കേട്ടത് ഭാസ്കരൻ പറയുക, കണ്ടല്ലോ, നിങ്ങൾ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ എൻ്റെ മോൾ എന്നെ കൊണ്ടുപോകും എന്നും പറയുന്നുണ്ട്. എന്തായാലും വീട്ടിലെ ഓരോ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുന്ന എൻ്റെ മരുമോള, അത് മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോടാ എന്ന് സുധീഷിൻ്റെ അടുത്ത് ഭാസ്കരൻ പറയുകയും ചെയ്യുന്നുണ്ട്.